നമസ്കാരം. തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ചേർന്ന CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കും ഗോവിന്ദനും വീണ ജോർജിനുമെതിരെ രൂക്ഷ വിമർശനം. വീണ ജോർജിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണ്. പിണറായിയുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള തിരിച്ചടിയാണ് കിട്ടിയത്. ഒരു നിമിഷം പോലും പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ പാടില്ല. അന്തസ്സുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് ധർമ്മടത്ത് ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാമെന്ന വ്യാമോഹം മൂലമാണ്. പിണറായി മാറി നിന്നാൽ പാർട്ടിക്ക് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ കേരളവും ബംഗാളാകും. ശൈലജയെ പിണറായി ബോധപൂർവ്വം സീറ്റ് നൽകി തോൽപ്പിച്ചതാണ്. വാതുറന്നാൽ വിടുവായുത്തരം മാത്രം വിളമ്പുന്ന ഗോവിന്ദൻ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമാളിയാണ്. അന്തസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണം. ഒരു നിമിഷം പോലും തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബൂത്ത് തലങ്ങളിൽ തയ്യാറാക്കി മേൽഘടകങ്ങൾക്ക് നൽകിയ അവലോകന റിപ്പോർട്ട് നേതാക്കളെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഈ കളവായ റിപ്പോർട്ട് കണ്ടിട്ടാണ് മൂന്നാമതും പിണറായി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഗോവിന്ദൻ പറഞ്ഞത്. ആറന്മുളയിൽ വീണ ജോർജിന്റെ തോൽവിക്ക് ഉത്തരവാദി അവർ തന്നെയാണ്. ധാർഷ്ട്യവും ധിക്കാരവും വീണയുടെ മുഖമുദ്രയാണ്. കണ്ണൂരിലെ കരിങ്കുഴി നാടകം തിരിച്ചടിയായി. അതുവരെ ഇവരെ അനുകൂലിച്ചിരുന്ന സാധാരണ സ്ത്രീകളായ വോട്ടർമാരടക്കം എതിരായി. മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് പാർട്ടിയോട് ആവശ്യപ്പെടുകയും അതിൻ്റെ വാർത്ത പ്രചരിക്കുകയും ചെയ്തിട്ടും അവർക്ക് മൂന്നാമതും സീറ്റ് നൽകിയത് തെറ്റായിപ്പോയി. വീണ മന്ത്രിയായ ശേഷം ഭർത്താവ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. പണി തീരാത്ത പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെയും സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടത്തിയതും തിരിച്ചടിക്ക് കാരണമായി. പാർട്ടിക്കാർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത മന്ത്രി പല കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തി. സാധാരണ പ്രവർത്തകരുടെ വീടുകളിൽ മരണമോ വിവാഹ ചടങ്ങുകളോ നടന്നാൽ എത്താത്ത മന്ത്രി കോൺഗ്രസുകാരുടെ വീടുകളിലും ചില ക്രൈസ്തവ വീടുകളിലും ഇത്തരം ചടങ്ങുകളിലും കൃത്യമായി എത്തുമായിരുന്നു. ചില പാർട്ടി വിരുദ്ധന്മാരുമായി അടുത്ത ചങ്ങാത്തം പുലർത്തി. പത്തനംതിട്ട നഗരത്തിൽ CPM പ്രവർത്തകൻ എന്ന മേനി നടിക്കുന്നയാളുടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും മന്ത്രി കുടുംബസമേതം എത്താറുണ്ട്. ഈ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിന്റെ 3 നാൾ മുൻപ് വരെ വിദേശ രാജ്യത്ത് കുടുംബവുമൊത്ത് ടൂറിലായിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ പോകുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർ കൈ കാണിച്ചാൽ പോലും വീണ ജോർജ് കണ്ട ഭാവം നടിക്കില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ആരോഗ്യ കേരളം പരിപാടി വൻ വിജയമായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുവാനും മന്ത്രി എത്തിയിരുന്നില്ല. സദസ്സിൽ ആളില്ലാതിരുന്നത് തന്നെയായിരുന്നു കാരണം. പാർട്ടി പ്രവർത്തകർ പോലും വിട്ടുനിന്നു. പല കാര്യത്തിലും കോന്നി MLA ജനീഷ് കുമാറിനെ വീണ ജോർജ് കണ്ടു പഠിക്കണമായിരുന്നു എന്ന് ചില അംഗങ്ങൾ പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെ കോന്നി MLA എല്ലാ വർഷവും മെറിറ്റ് ഫെസ്റ്റ് നടത്തി ആദരിക്കാറുണ്ട്. ഇത് ആ കുട്ടികളെയും കുടുംബത്തെയും പാർട്ടിയോട് അടുപ്പിക്കാൻ ഇടയാക്കും. ഇത്തരം ഒരു ചടങ്ങ് നടത്തി കുട്ടികളെ ആദരിക്കണമെന്ന് പ്രവർത്തകരും നേതാക്കളും വീണയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായിട്ടില്ല. ചില കുട്ടികളെ ട്രോഫിയുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. MLA ഓഫീസ് പൂർണ്ണ പരാജയമായിരുന്നു. ഓഫീസിൽ ആരും തന്നെ പോകാറില്ലായിരുന്നു. സാധാരണ പ്രവർത്തകരുടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ലായിരുന്നു. MLA ഓഫീസിലെ മുൻ ജീവനക്കാരനായ CPM പ്രവർത്തകൻ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയാകുന്ന കാഴ്ചയും കണ്ടു. പിന്നീട് വന്ന 2 ജീവനക്കാർ മന്ത്രിയുടെ സ്വന്തക്കാരായവരാണ്. ഇവരാകട്ടെ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരുമായിരുന്നു. പലപ്പോഴും പാർട്ടിക്ക് മുകളിലാണ് താൻ എന്ന ഭാവമായിരുന്നു വീണ ജോർജിന്. പത്തനംതിട്ട നഗരസഭാ ഭരണം നഷ്ടപ്പെടുവാൻ മന്ത്രിയുടെ പല ഇടപെടലുകളും കാരണമായി. ജനറൽ ആശുപത്രിയുടെ ഭരണം നഗരസഭയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് തെറ്റായ സന്ദേശം നൽകി. മുനിസിപ്പൽ ചെയർമാൻ മന്ത്രി തർക്കവും പോരും നഗരസഭ തോൽവിക്ക് ആക്കം കൂട്ടി. പോലീസ് സ്റ്റേഷനുകളിൽ ഇടപെടാൻ പ്രാദേശിക നേതാക്കൾക്ക് പാർട്ടി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് കാരണം സാധാരണ പ്രവർത്തകരുമായുള്ള ബന്ധമില്ലാതെയായി. അവരുടെ ആവശ്യങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തതിനും തിരിച്ചടിയായി. ജില്ലാ നേതാക്കൾക്ക് സാധാരണ പ്രവർത്തകരുമായി ബന്ധമില്ലാതെയായി. കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ഷാരിറാണ് ഉപരി കമ്മിറ്റിയിൽ പങ്കെടുത്തത്. കൂടാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സഗീർ ഹുസൈൻ, N സജികുമാർ, MV സഞ്ജു എന്നിവരും പങ്കെടുത്തു.